ഇവരിത്രക്കാരായിരുന്നോ? കണ്ടാ പറയത്തും കൂടിയില്ലല്ലോ. കാണുമ്പോ എന്തോ സ്നേഹവും സംസാരങ്ങളാ. അവര് സംസാരിക്കുന്നതാണെങ്കിൽ വെളിയിലോട്ട് പോലും വരത്തില്ല. ഇവരെ പറ്റി കേട്ടപ്പോൾ തന്നെ എനിക്ക് മതിയായി. എന്തായാലും ഈ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് ഇനി നീ പോയാൽ മതി. അവൻ വരട്ടെ. അവൻ കുറച്ച് ദിവസം കഴിഞ്ഞ് വരുത്തോളെന്നാ പറഞ്ഞിരിക്കുന്നത്. നീ എന്തിനാണ് ഈ വിഷമിക്കുന്നത്? നീ വിഷമിക്കൊന്നും വേണ്ട. നിന്നെ എന്തായാലും ഉന്തി തള്ളി അങ്ങോട്ട് വിടുത്തൊന്നുമില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ അങ്ങോട്ട് വിടുത്തുള്ളൂ. അല്ലാതെ അവരെ ചവിട്ടും കുത്തും വാക്കൊന്നും കേട്ട് അങ്ങനെ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രയ്ക്ക് ഭാരമൊന്നും അല്ല നീ ഇവിടെ എനിക്ക്. എന്തായാലും അവൻ വരട്ടെ. എന്നിട്ട് തീരുമാനിക്കാം നമുക്ക് കാര്യങ്ങളൊക്കെ. ഉം. അതൊക്കെ വിടുമ്മ. അതൊക്കെ എനിക്ക് വന്നിട്ടൊക്കെ സംസാരിക്കാം. അവളെന്തേമ്മ ഇത്ര നേരിട്ടും കണ്ടില്ലല്ലോ? അവളിവിടെ ഇല്ലേ? ഇക്കയില്ലാത്തതുകൊണ്ട് അവള് വീട്ടിൽ പോയാ നിൽക്കാന്? വീട്ടിൽ അവള് വീട്ടിലൊന്നും പോയിട്ടൊന്നുമില്ല. അവള് ഉറക്കം എണീറ്റിട്ടൊന്നുമില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അവൾ എണീറ്റ് വരുമ്പോഴത്തേക്ക് 8 മണി, 8:30, 9 മണി ഇങ്ങനെയൊക്കെ തന്നെ അവൾ എണീറ്റ് വരുന്നത്. ചില സമയത്ത് അവൾ 10 മണിക്കൊക്കെ എണീറ്റ് വരുന്നത് തന്നെ. എണീറ്റ് വരുമ്പോഴത്തേക്കാണ് എൻ്റെ ജോലികളെല്ലാം കഴിയും. പിന്നെ അവൾക്ക് തിന്നാൽ മതി. ഒരു സഹായം പോലും അവൾ എനിക്ക് വേണ്ടി ചെയ്യത്തൊന്നുമില്ല. വെറുതെ നമ്മളായിട്ട് ഇനി പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും അങ്ങോട്ട് പറഞ്ഞൊന്നും പോയില്ല. ഉമ്മ പറഞ്ഞു കേട്ടിട്ട് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടെ വീട്ടിൽ അവൾ അങ്ങനെയൊന്നുമല്ല. നേരം വെളുക്കുമ്പോൾ തന്നെ എണീറ്റ് എല്ലാ ജോലിയും ഒതുക്കിയിട്ടാണ് അവൾ പഠിക്കാൻ വരുന്നത് തന്നെ. അവിടെ ഉമ്മ തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അവളിപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന വെച്ചാൽ. അതൊന്നും എനിക്കറിയത്തില്ല മോളെ. അവൾ വന്നപ്പം തന്നെ കുറച്ച് ദിവസമൊക്കെ നല്ല രീതിയിലൊക്കെ തന്നെ അവൾ പെരുമാറി. എനിക്ക് അപ്പോഴും സമാധാനം ഉണ്ടായിരുന്നു. എന്നും പറഞ്ഞ് അവൾ ഒറ്റയ്ക്കല്ല ഞാൻ അടുക്കള കയറ്റിയത്. എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു. പിന്നെ പിന്നെ അവൾ ഇതിപ്പോൾ ഒരു ശീലമാക്കി അങ്ങ് മാറ്റി. അവൾ എണീക്കുന്ന ഈ സമയത്തൊക്കെ. പിന്നെ ഞാൻ അവനോടൊന്നും പറയാൻ പോയില്ല. ജോലി കഴിഞ്ഞ് വന്ന് കയറുമ്പോഴത്തേക്ക് അവനോട് എന്തിനാ പറയുന്നത്. പക്ഷേ അവൻ വരുമ്പോഴത്തേക്ക് അവൾ നല്ല സ്വഭാവമായിരിക്കും. പിന്നെ എന്നെ ഒന്നിനും അവൾ ചെയ്യിപ്പിക്കത്തൊന്നുമില്ല. ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല. എല്ലാം പണി കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഇരിക്കുന്നത് തന്നെ. അവനോട് പറഞ്ഞ് അവൻ്റെ മനസ്സെന്തിനാ വിഷമിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പറയാനും പോയില്ല. എനിക്കിപ്പോൾ ഇച്ചിരി വെള്ളം കുടിക്കണമെങ്കിൽ തന്നെ ഞാൻ തന്നെ അടുക്കളയിൽ കയറണം. ഞാൻ ഇരിക്കുന്നിടത്ത് പോലും അവൾ വെള്ളം കൊണ്ട് തരത്തില്ല. ഞാൻ എണീക്കാതെ അവളും എണീക്കത്തില്ല. വൈകിട്ട് ഇച്ചിരി ചായ ഇട്ട് കുടിക്കാനാ, അതിന് ഞാൻ തന്നെ വേണം. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. എനിക്ക് ആവുന്നിടത്തോളം ഞാനിങ്ങനെ ജോലി ചെയ്ത് തിന്നും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവളെ കണ്ടിട്ടൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഞാനെന്തായാലും അവളോടൊന്ന് സംസാരിക്കട്ടുമ്മ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഉമ്മാക്ക് ഈ അടുക്കളയിലേക്ക് ഉമ്മാക്ക് മറ്റുള്ളവർ വന്ന് കയറുന്ന ഉമ്മാക്ക് ഇഷ്ടമൊന്നുമല്ലല്ലോ. മക അങ്ങനത്തെ ഒക്കെ ഒരു വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോൾ ഇനി അത് വെച്ചിട്ടായിരിക്കും. പക്ഷെ അവളൊരു പാവമാണ് ഉമ്മ. അവൾ അങ്ങനെയൊന്നും പെരുമാറുന്നേ അല്ലല്ലോ. എന്തായാലും ഞാൻ അവളോടൊന്ന് സംസാരിച്ച് നോക്കാം. എന്താണെന്നറിയാമല്ലോ. ഇത്ര നേരമോ ഞാനിവിടെ വന്നിട്ട്? നേരം വെളുത്തൊന്നും നീ അറിഞ്ഞില്ലേ? ഇപ്പം സമയം എത്രയാണെന്നറിയാവോ? ഞാൻ വന്നിട്ടിപ്പം എത്ര നേരമെന്നറിയാവോ? ഈ സമയത്തേക്കാണ് നീ എണീക്കുന്നത് ഇവിടെ? അതിന് ഞാൻ രാവിലെ എണീക്കുന്ന സമയം ആകുന്നേ ഉള്ളൂ. നീ എന്താ രാവിലെ തന്നെ ഇങ്ങോട്ട്? ആ, അതൊക്കെ ഞാൻ പറയാം. ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഞാനിവിടെ കാണും. നിന്നോട് പറയാതെ പിന്നെ അല്ലാതെ വേറെ ആരോട് പറയാനാ ഞാൻ? എന്ത് തീരുമാനമാകുന്നവരെയാ? അതെ, അവനും കൂടെ വരട്ടെ. അവനും കൂടെ വേണമല്ലോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കാനായിട്ട്. എന്നിട്ട് നീ അങ്ങോട്ട് പോകണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിച്ചാൽ മതി. അങ്ങനെ നരകിച്ചൊന്നും അവിടെ ഒന്നും ജീവിക്കേണ്ട യാതൊരു ആവശ്യമൊന്നുമില്ല. അവൻ വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അത്രയ്ക്ക് പ്രശ്നമാണോ അവിടെ? അവരെ കണ്ടാൽ അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ലല്ലോ. അവർ പാവമാണെന്നല്ലോ അവരെല്ലാവരും. അതോ നീയാണോ പ്രശ്നക്കാരി? എന്നിട്ട് പ്രശ്നം മൊത്തം അവരുടെ തലയിലും. നീ നല്ല പിള്ളയോ? എൻ്റെ മോടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു തെറ്റ് വരുത്തൊന്നുമില്ല. ഞാൻ അങ്ങനെയാണ് അവളെ വളർത്തിയത്. ഒരു വീട്ടിൽ ചെന്ന് കയറിയാൽ എങ്ങനെ പെരുമാറണമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ തന്നെ ഞാൻ വളർത്തിയത്. അതുകൊണ്ട് എൻ്റെ മോടെ ഭാഗത്ത് ഒരു തെറ്റ് വരത്തില്ലെന്നേ എനിക്ക് നല്ല ഉറപ്പാണ്. അവരെന്തെങ്കിലും കാണിച്ചെങ്കിലേ ഉള്ളൂ. എന്തായാലും അവൻ വരട്ടെ. അവൻ വന്നിട്ട് സമാധാനത്തിൽ തീരുമാനിക്കാം. അല്ലാതെ ഇന്ന് തന്നെ പ്രശ്നമൊന്നും തീർക്കാനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ. ഉമ്മ ഇവിടുന്ന് സംസാരിക്കുകയാണോ? ഞാൻ സംസാരിച്ചോളാം അവളുമായിട്ട്. ഉമ്മ രാവിലെ എന്തെങ്കിലും കഴിക്കാനുള്ളത് വല്ലതും ഉണ്ടാക്ക്. ദേ, ഇന്നലത്തെ പോലത്തെ ഒന്നും വേണ്ടാട്ടാ. ഉണങ്ങിയ കുറേ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ട് മനുഷ്യന് കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഇന്ന് നല്ലത് എന്തെങ്കിലും ഉണ്ടാക്കണേ. നിങ്ങളുടെ മോളും കൂടെ വന്നതാ. അതുകൊണ്ട് എന്തെങ്കിലും നല്ല ഭക്ഷണം ഉണ്ടാക്ക്. ഞാൻ സംസാരിക്കാം അവളുമായിട്ട്. വെറുതെ മോടെ നല്ല കാര്യം പറഞ്ഞിരിക്കാതെ ചെല്ല്.
ഓ, ഇപ്പോഴും ഭരണം എൻ്റെ ഉമ്മയുടെ കയ്യിൽ തന്നെയാണോ അടുക്കള ഭരണം? നീ ഇതുവരെക്കും ഏറ്റെടുത്തില്ലേ? അല്ല, എനിക്കിനി നാത്തൂൻ്റെ കയ്യിൽ നിന്ന് വെള്ളവും ഭക്ഷണമൊന്നും കിട്ടത്തില്ലെന്ന് തോന്നുന്നു. ഉം. എൻ്റെ കൈ കൊണ്ട് നീ വല്ലതൊക്കെ കഴിക്കും. നിന്റെ തള്ള വല്ലതും ഉണ്ടാക്കി തരുന്നതേ വല്ലതും കഴിക്കാൻ നോക്ക്. നീ അത് പറഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. നീ എന്തിനീ ആവശ്യമില്ലാത്തൊക്കെ സംസാരിക്കാൻ പോകുന്നത്? ഓ, ഇതൊക്കെ നമ്മുടെ വിധിയാ. നല്ല മരുമകൾ വന്ന് കയറുമെന്ന് വിചാരിച്ച് നിന്റെ കൂട്ടുകാരിയല്ലേ. ഹും, അല്ല, എനിക്കും തെറ്റുപറ്റി. ഇവിടെ വരുമ്പോഴത്തേക്ക് അവിടെ പെരുമാറ്റവും ഇതൊക്കെ കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു നല്ലൊരു പെണ്ണായിരിക്കുമെന്ന്. കെട്ടിക്കഴിഞ്ഞപ്പോഴല്ലേ അവിടെ സ്വഭാവം മാറിയത്. നീ ഒന്നും സംസാരിക്കാൻ പോണ്ട, നീ ഇവിടെ ഇരിക്ക്. ഉമ്മ എന്തെങ്കിലും കഴിക്കാനുണ്ടാകട്ടെ. ഏ, നിങ്ങളിത് എങ്ങോട്ടാ ഉമ്മായും മോളും കൂടെ? ഞാൻ എൻ്റെ ഉമ്മയെ കൊണ്ടുപോകുന്നു. ഞാനിവിടെ വന്നതേ ഒരു ചെറിയൊരു സംശയത്തിൻ്റെ പേരിൽ ഞാൻ വന്നതാ. ഒരു സംശയം മാത്രമായിരുന്നു. പക്ഷെ നേരെ വന്ന് കണ്ടപ്പോൾ ഇവിടുത്തെ രീതികളൊക്കെ കണ്ടപ്പോൾ സത്യം തന്നെ അത് ബോധ്യപ്പെട്ടു. എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഉമ്മ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. ഇനി ഇവിടെ എനിക്ക് നിർത്താനേ ഒരു ഉദ്ദേശവുമില്ല. എങ്ങോട്ട്? നിന്നെ അവിടുന്ന് അടിച്ചിറക്കി വിട്ടെന്നല്ലേ നീ പറഞ്ഞത്? പിന്നെ എങ്ങോട്ടാണ് നിന്റെ ഈ തള്ളയും വലിച്ചോണ്ട്? അവിടെ എങ്ങും മോളെ ഒരു പ്രശ്നവുമില്ല. എൻ്റെ അമ്മായിമ്മയെ കൊണ്ടൊന്നും എൻ്റെ അമ്മായിപ്പനെ കൊണ്ടോ ഒരു പ്രശ്നം ഇവിടെ ഒന്നുമില്ല. ഞാനിവിടെ വന്നതേ ഇവിടുത്തെ പ്രശ്നം കാണാൻ വേണ്ടിയിട്ടാണ്. എന്നെ ഇവിടുത്തെ ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ആങ്ങള. എൻ്റെ ആങ്ങളയ്ക്ക് എന്തൊക്കെയോ ഒരു സംശയം ഉണ്ടായിരുന്നു ഈ വീട്ടിൽ. അതിപ്പോൾ നാടകമാണോ ഒന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഉമ്മാക്ക് ഭയങ്കര പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയോ ഉമ്മാക്ക് തുറന്ന് പറയണമെന്നുണ്ട്, ഉമ്മ പറയുന്നില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ പോയി വന്ന് എന്താന്ന് കാര്യമൊക്കെ തിരക്കണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കുറച്ച് ദിവസം ഇവിടെ നിന്നാലേ ചിലപ്പോൾ മനസ്സിലാകത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇവിടെ അത് അവതരിപ്പിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അങ്ങനെ ഒരു കള്ളക്കഥയായിട്ട് ഞാൻ വന്നതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മയെ കൊണ്ടുപോകാൻ ഞാൻ നോക്കുന്നത്. എൻ്റെ കൂട്ടുകാരിയായിട്ട് ഞാൻ നിന്നോടെ കൊണ്ടുവന്നതേ എന്തിനാണെന്നറിയാം? നിൻ്റെ സ്വഭാവവും എല്ലാം കണ്ടപ്പോൾ എൻ്റെ ആങ്ങളേക്ക് ലോകത്തൊന്നും വേറൊന്നും പെണ്ണ് കിട്ടാത്തതുകൊണ്ടൊന്നും അല്ല നിന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നത്. എൻ്റെ ഉമ്മാക്കൊരു താങ്ങും തണലാവുമെന്ന് വിചാരിച്ചു. ഒരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകത്തില്ലെന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ ഇക്കായ്ക്ക് പെണ്ണ് ആലോചിച്ചപ്പോൾ ഞാൻ നിൻ്റെ പേര് എൻ്റെ കഷ്ടകാലത്തിന് പറഞ്ഞു പോയത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നീ കാണിച്ചു കൂട്ടിയതൊക്കെയോ? ഇനി സഹിക്കാൻ പറ്റത്തൊന്നുമില്ലടി. എൻ്റെ ഉമ്മ ഇവിടെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടേ എനിക്ക് മതിയായി. മതി മോളെ, ഇവിടത്തൊക്കെ എന്ത് പറഞ്ഞിട്ട് എടുക്കാനാ? കട്ടിച്ചോരയില്ലാത്തടത്തൊക്കെ വർത്താനം പറഞ്ഞിട്ടെ ഒരു കഥയൊന്നുമില്ല. നമ്മൾ അങ്ങനത്തെ പ്രവൃത്തികൾ അവളെടുത്ത് ചെയ്തിരിക്കുന്നത്. ഇന്ന് മാറും നാളെ മാറും എന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുമ്പോൾ അവൾ കൂടിക്കൂടിയാണ് വരുന്നത് എൻ്റെ അടുത്ത്. ഒരുമാതിരി ഒരു വേലക്കാരിയുടെ അടുത്ത് പോലത്തും പെരുമാറുന്ന രീതി അവൾ എന്നോടത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മോനടുത്ത് ഇതൊക്കെ ഞാൻ പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിൻ്റെ സ്ഥാനം വെളിയില്ല. ഇനി എന്ത് തീരുമാനിക്കുന്നു ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. ഇനി എനിക്ക് വയ്യേ. നീ ഇവിടെ ആട്ടും തുപ്പും കേട്ട് സാധാരണ എല്ലാവരും അമ്മായിമ്മ പോരാണ് പറയുന്നത്. ഇവിടെ നേരെ തിരിച്ചാ, മരുമോള് പോരാ എനിക്കുള്ളത്. പിന്നെ ആരോടൊന്നും പറയാതിരുന്ന നാണക്കേടല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയ്ക്ക് നാളല്ലേ ആയുള്ളൂ. അപ്പോഴത്തേക്ക് അവിടെ തനി സ്വഭാവം അവൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി അവനോട് പറയും എന്താന്ന് വെച്ചാൽ ചെയ്യും. ഇനി അവൻ തീരുമാനിക്കട്ടെ. അവൻ എന്താ തീരുമാനിക്കുന്നത് അതുപോലെ നടക്കട്ടെ. ഇനി എനിക്കായിട്ടൊരു തീരുമാനമില്ല. ഇത്രയൊക്കെ ഞാൻ സഹിച്ചില്ലേ. എന്തായാലും എൻ്റെ മോൾ അറിഞ്ഞു വന്ന് എൻ്റെ മോളടുത്ത് പോലും എനിക്ക് പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അവളും എല്ലാം അറിഞ്ഞിട്ട് സ്ഥിതിക്ക് ഇനി എനിക്ക് മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഇനി എൻ്റെ മക്കൾ പറയുന്ന പോലെ തന്നെ ഞാനും ഇനി എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. നിൻ്റെ വീട്ടുകാരെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർക്കും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട്. നിൻ്റെ മാറ്റം കണ്ടിട്ടേ അവരും അമ്പരന്നിരിക്കുക. നീ ഇപ്പം എന്തായാലും നിൻ്റെ വീട്ടുകാർ വരുമ്പോഴത്തേക്കും നീ പോ. ഇക്ക എന്താ വരാൻ 2 ദിവസം കഴിയും. എന്നിട്ടൊരു തീരുമാനത്തിലെത്താം. നിൻ്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടെങ്കിൽ തിരിച്ച് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും. അതല്ല ഇങ്ങനെ തന്നെ ആണെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് മോളെ. പാവപ്പെട്ട വീട്ടിലെ പെൺപിള്ളേരാകുമ്പോഴത്തേക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കുമെന്നാണ് ഞാനും വിചാരിച്ചത്. നിന്നെപ്പോലത്തെ ഒരു പെണ്ണിനെ വീട്ടിൽ വന്നാൽ സ്വർഗമാണെന്ന് വിചാരിച്ചേ. ഇപ്പോൾ ഇത് നരകമായി മാറി. എൻ്റെ ഉമ്മ ഇത്രയൊക്കെ കഷ്ടപ്പെടുത്തിയില്ലേ. ഇനി എനിക്ക് കണ്ടു നിൽക്കാനാവത്തില്ല മോളെ. ഇക്കയുടെ തീരുമാനം അങ്ങനെ തന്നെ. അത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. പൂർണ്ണമായി ഇക്കയെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ഒരു തീരുമാനത്തിലെത്താം. നീ പെട്ടെന്ന് നിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങാൻ നോക്ക്. ഇപ്പം നിൻ്റെ വീട്ടുകാർ വരും.